ഹായ്, നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. എന്താണെന്നറിയോ? 2 ദിവസം മുമ്പേ എൻ്റെ മകളൊരു ചിത്രം വരച്ചത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം അവിടെ കുത്തിരുന്ന് മകനൊരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന്. കാര്യം എന്താ വെച്ചാൽ, ഞാനല്ല വരയ്ക്കുന്നത്, വേറെ ആരോ ആണ് വരയ്ക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ ചിലർ. അപ്പോൾ ചന്ദനം ചാരിയാ ചന്ദനം മണക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ചന്ദനത്തിൻ്റെ മണമൊന്നും ഉണ്ടാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും എൻ്റെ മക്കളും ഏകദേശം ഒരു ചിത്രവര എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിക്കാഞ്ഞിട്ടാട്ടോ. പ്രോത്സാഹനം വളരെ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ, ഈ ചിത്രവര കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിവരെ ഒരു വിധേനയും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ അവർ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ അവർ കുത്തിരുന്ന് വരയ്ക്കുന്നത് കാണാം. ഇപ്പോൾ അവൻ അവിടെ കുത്തിരുന്ന് വരയ്ക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അവനെ ഫേസ് കാണിച്ചു തരാൻ ഒഴിവില്ല കേട്ടോ ഗൈസ്. അതെ, ഒന്ന് പൊങ്ങിയേ. ഇതാ ഗൈസ്, ഇതെന്തുവാ സാധനം? ഡോബൽ ആർട്ടോ അല്ലേ? ഈ ആർട്ട് എന്താണെന്ന് എനിക്ക് പോലും ഇത്രയും കാലമായിട്ട് അറിയില്ല. ഇതാ ഗൈസ്, പെയിൻറ് ചെയ്യാനുള്ള സകല സാമഗ്രികളും ഇവിടെയുണ്ട്. ഇതൊക്കെ അവരുടെ പപ്പ കൊടുത്തയക്കുന്നതാട്ടോ. ഞാൻ ഒരു സാധനവും ഞാൻ മേടിച്ചു കൊടുക്കാറില്ല. കാരണം ഞാൻ ചിത്രവര കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു അനുഭവം എൻ്റെ പിള്ളേർക്ക് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഴിവുകളൊക്കെ തെളിയിക്കുന്നുണ്ട്. അതിനിതാ പപ്പ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തയച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഇതേപോലെ തന്നെ അല്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളായതുകൊണ്ട് പറയല്ല, ചിത്രവര അത്യാവശ്യം ഒരുപാടൊന്നും അറിയില്ലെങ്കിലും കുറച്ചവർക്കറിയാം. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ.